ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു സൗണ്ട് നല്ല രസമല്ലേ കേട്ടോക്കി? എന്താ മോനെ, ഞങ്ങൾ ബാലിയിലെത്തിട്ടോ സുഹൃത്തുക്കളെ. ബാലി ആ അടിവാങ്ങാൻ സുഹൃത്തുക്കളെ അത് വന്ന അടയാനെ ഏത് അത് ആ പോർഷൻ ആ മതി. ഇന്നിങ്ങനെ തിരമാല വരും കേട്ടോ. ഉക്ക് ചിക്കും തിരമാല, ഉക്ക് ചിക്കും വെല്ലിമ, ഉക്ക് ചിക്കും തിരമാല, ഉക്ക് ചിക്കും വെല്ലിമ. മറ്റേ ലീഗ് വീരാൻ്റെ പണ്ടത്തെ ആൽബത്തിലെല്ലാവരും കണ്ടു കാണട്ടോ ആ ഒരു സീക്വല്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സീസ്കേപ്പിലാണ്, കണ്ണൂരുള്ള. ഇതാ കണ്ടോ, കാണിച്ചു കൊടുക്ക്. ചെക്കന്മാരെല്ലാവരും ഉണ്ട്. നമ്മൾ ഇന്നലത്തെ ദിവസം ആനന്ദകരമാക്കി. ചെക്കന്മാരല്ലേ അവിടെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്നത് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഞാനവിടെ ചെന്ന് കാണിച്ചത് ആരാന്നുള്ളത്. അപ്പം ഇതാണ് നമ്മളെ റൂംസ് കാര്യങ്ങൾ. അമലേട്ടൻ കടന്നുറങ്ങുന്നു. അമലേട്ടൻ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അടിപൊളിയല്ലേ? വിശാലമായിട്ടുള്ള കിടക്കാനുള്ള സൗകര്യമാണ് കേട്ടോ. വലിയ വലിയ റൂംസാണ്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് ഗർബേറ എന്താ കലാഞ്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൂമുകളിലാണ് കേട്ടോ. കലാഞ്ചോ, ഞങ്ങൾ ഈ റൂമിലേനി കലാഞ്ചോയിലേനി. അതുപോലെ തന്നെ പീസ് ലിലി, എനിക്ക് തോന്നുന്നു ഓരോ ചെടികളെ പേരാണ് ഇട്ടിക്കണത് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ള് ഈ ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് തന്നെ ഉണ്ടോ. ഞങ്ങൾ കണ്ട് കിളി പോയി. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഞങ്ങൾ വേറെ മുമ്പ് പോയിട്ടില്ല. കാരണം ഇത് നാടാണോ എന്ന് തോന്നിപ്പോണ വിധം അനുസ്മരിപ്പിക്കും ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. നിഹാൽ അവർകളെ കാണാൻ പറ്റും. അന്തമുട്ട് നടക്കുന്നു. അഫീഫ് അവർകളെ കാണാൻ പറ്റും. അന്തമുട്ട് എങ്ങനെ അവിടേക്ക് നിഹാലിൻ്റെ അടുത്തേക്ക് പോകാമെന്നുള്ളത് അഫീഫ് നോക്കുകയാണ്. വഴി കിട്ടണില്ല, റേഞ്ച് നോക്കുന്നുണ്ട്. ഇനി നിഹാലാണെങ്കിൽ അവിടെ എന്തോ ആർക്കോ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഫുൾ സൂം ചെയ്തൊക്കെ ഏതോ മെസ്സേജൊക്കെ ഫുള്ള് എന്തൊക്കെയോ കുത്തി പണിയിലാണ് കേട്ടോ. ഗ്യാലറി എനിക്ക് തോന്നുന്നു സ്റ്റോറേജ് ക്ലിയർ ചെയ്യാണെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൽമാൻ എടുത്തു 0.5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി കേട്ടോ. ഇങ്ങനെ കാണിച്ചു കൊടുത്തൊക്കെ ജസ്റ്റ്. ഇനി ഇവിടുത്തെ പൂളും ഇതൊക്കെ വരാനുള്ളത് വേറെ ഉണ്ട്. ഞങ്ങൾ ബാലിയിലെത്തി. ചുരുക്കി പറഞ്ഞാൽ ബാലിയിലാണ് നമ്മളുള്ളത്, നാട്ടിലല്ല. എന്താ ഇവിടെ നമുക്ക് പൂള് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടുന്ന് വെച്ചെടുത്തൊക്കെ ഇവിടുന്ന് ഇതാണ് സ്ഥലട്ടാ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. കണ്ണൂർ, തോട്ടടാ സീസ്കേപ്പ് കണ്ണൂർ. സീം പ്രോപ്പർട്ടി. നമുക്ക് ആ റൂം കിട്ടിയിട്ടുണ്ട്. ആ റൂമിൽ നമ്മൾ പോയിട്ടില്ല. എല്ലാവരും ഒത്തൊരുമയോടെ വേറെ റൂമുകളിൽ കിടക്കാന്ന് പറഞ്ഞിട്ട്. ഈ മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് വരും. മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് വരും. ഇതൊക്കെ അടിച്ചിട്ട് എന്തെങ്കിലും കാണുമ്പോ ഈ ബ്ലോഗ് കണ്ടാ മതി. ഒരു കുടുംബത്തിന്റെ കഥയാണ് എല്ലാരും അറിയാം. സൽമാന്, നബീല് എല്ലാരും അറിയാം. ബീഫ് ഇന്നെ ഞാൻ കണ്ടില്ല. വന്നിട്ട് ഇന്നെ ബ്ലോഗ് എന്റെ മുട്ടുമോന് പഠിക്കണേ എനിക്ക് മടിയാ. നീ സ്കൂളിൽ പോകുന്നില്ല എന്നല്ലോ അവനോട് പറയുന്ന പോലെയാ. പഠിക്കലും ചെയ്യും. അവനെ കൊണ്ടാക്കണം സ്കൂളിന്. എല്ലാരും അറിയാം. ഞാൻ എപ്പോ കണ്ണൂര് വന്നാലും ഫസ്റ്റ് കാണാൻ വരും. നമ്മള് പരിപാടിക്ക് വന്നു കാണാൻ വന്നു. അന്ന് ഷാനു എല്ലാവരും നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. പരിപാടിന്റെ ടൈം ആയപ്പോ എല്ലാരും നമ്മള് ഫുഡ് അയച്ചൊന്നുമില്ലേനോ. സഫന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച്. അപ്പൊ ആ ടൈമിൽ മമ്മ അങ്ങോട്ട് വന്ന്, പിന്നെ ഇങ്ങോട്ട് വന്ന്. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ വീട്. ഇന്നലെ കണ്ട കുറുക്കനെ അടുത്ത് കുറുക്കൻ പറഞ്ഞ പേടിയായി. ഫുള്ള് കണ്ടിട്ടാണ്. എന്താ കിട്ടുന്നത് അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ശനീനെ വിളിച്ച് പറഞ്ഞ് സ്വിമ്മിങ് പൂളിൽ കുളിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. ഈ അലൈക്കും മസാല മാമൂനെ
നിഹാലല്ലേ? ആ എല്ലാരും അറിയാം മോനെ, എല്ലാരും അറിയും, എല്ലാരെ പേരും, എല്ലാവർക്കും എന്താ പരിപാടി. എന്നോട് ഒന്ന് പറഞ്ഞു നബീലിനെ എല്ലാരും കൂടി എന്തൊക്കെയാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ശരിക്കും ആ റൂമിൽ പോയോക്കി ക്യാമറയിൽ ഇല്ലാത്തൊരു നബീൽ ആ റൂമിലുണ്ട്, അത് നിങ്ങൾ കാണുമ്പോ ഇങ്ങനെ പറയില്ല. എന്തെങ്കിലും ഒരു പെണ്ണുങ്ങൾ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുക. എങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് വെറുതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്താ പോലെ. ഒരു പെൺകുട്ടിന്റെ അടുത്ത് വെറുതെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പോകുന്നൊന്നും കളിക്കൊന്നും ചെയ്യില്ല, ഒന്നും കളിക്കൊന്നും ചെയ്യില്ല, ഇതല്ലാന്ന് വെറുതെ ആന്ന് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുറ്റപ്പെടുന്നില്ല, നീ അങ്ങനെ ഒന്ന് കുറ്റപ്പെടുത്തിട്ട് പറയണ്ട കേട്ടോ. അതായിരുന്നു അതിന്റെ പറയണത്, ഓൽതാ പറയണത്. ഇതിന്റെ പ്രതികാരല്ലേ എപ്പ വീട്ടിട്ട് പറഞ്ഞ അനാൻഷയുടെ കല്യാണത്തിന്. പിന്നെ എന്താന്ന് പറഞ്ഞാല് മാനയ്ക്ക് വലിയ എന്തെങ്കിലും കെട്ടിക്കൊടുക്കേണ്ട എടുത്തിട്ട് പോന്തറ അതിന്റെ സമയത്ത് പറയാൻ എന്താ പിന്നെ പ്രതികാരൊക്കെ അന്ന് നിങ്ങള് തീർക്കണം. അന്നാ നിങ്ങാൻ പറ്റില്ലല്ലോ, വാസിലൊക്കെ നിന്നോല്ലേ. വാസിലൊക്കെ കോട്ടിട്ടേ ദേശം അടക്കി പിടിച്ച് നിൽക്കേ. കല്യാണത്തിന്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് എല്ലാരും ചെയ്യണ കല്യാണത്തിനല്ല പടക്കം പൊട്ടും. ചെയ്തതെന്താരോ നാട്ടുകാരൊക്കെ ആ കല്യാണത്തിനോട് പടക്കം പൊട്ടിച്ചു. ഞങ്ങളെ ചീത്ത പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് അടിച്ചു, പൊതിരെ തല്ല, കൈ കെട്ടിട്ട് തല്ലി. അതിലൊരു വീഡിയോ എപ്പോഴും ഉണ്ട് അവിടെ. സ്റ്റേജ് കയറിയപ്പോഴേ ഒന്ന് പണ്ടാറങ്ങൾ പറയൂല, മനസ്സുകൊണ്ട് പറയൂല. മോനിക്ക് അനാൻസാണ് പറഞ്ഞാൽ ചെയ്ത